മഹാത്മാഗാന്ധിയുടെ രണ്ടാമത് കേരള സന്ദർശനത്തിൽ തങ്ങളുടെ ഗ്രാമത്തിലും അദ്ദേഹം എത്തിയതിന്റെ ഓർമ്മ പുതുക്കുകയാണ് പത്തനംതിട്ട അടൂർ വടക്കടത്തുകാവ് നിവാസികൾ. മഹാത്മാഗാന്ധി പ്രസംഗിച്ച സ്ഥലത്തെ ആൽമരവും ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന വടക്കടത്തുകാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഇന്നും നാട്ടുകാർക്ക് അഭിമാനമാണ്. ആധുനിക യുഗത്തിലെ രാഷ്ട്രപിതാവിനെ മറക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ ഒരു സ്ഥലവും തുടർന്ന് പിന്നീട് അതൊരു വിദ്യാലയമായി മാറുകയും ചെയ്തു. എങ്ങനെയാണ് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ സ്ഥലത്തെ ഓർമ്മപ്പെടുന്നത്? യഥാർത്ഥത്തിൽ വലിയ ഭാഗ്യവാന്മാരാണ് ഞങ്ങളൊക്കെ. മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ ഈ വിദ്യാലയത്തിൽ പഠിക്കുവാൻ സാധിച്ചത് എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. 1934 മഹാത്മാഗാന്ധിയുടെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അടൂരിൽ പല സ്ഥലങ്ങളിൽ എത്തുകയും അതിനുശേഷം അടൂരിൽ നിന്നും അദ്ദേഹം വില്ലുവണ്ടിയിൽ ഇവിടെ വടക്കടത്തുകാവ് എന്ന പ്രദേശത്തേക്ക് കടന്നു വരികയും ആണ് ചെയ്തത്. ഇവിടുത്തെ ഒരു ആൽമരച്ചുവട്ടിലിരുന്ന് ഈ നാട്ടിലെ ജനങ്ങളെ കണ്ട് അവരോട് സ്വാതന്ത്ര്യ പ്രഭാഷണം നടത്തുകയും ഹരിജന ഉദ്ധാരണ ഫണ്ട് ശേഖരിക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്നത് എനിക്ക് തോന്നുന്നു 2012 കാലഘട്ടങ്ങളിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത്, ഈ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അഡ്വക്കേറ്റ് പഴകുളം മധു ഈ ചരിത്രം ശേഖരിക്കുകയും മഹാത്മാഗാന്ധി വന്ന അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ ഈ സ്കൂളിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഈ സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം കാലങ്ങളോളം എല്ലാ വർഷവും ഈ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഒക്ടോബർ 2-നും രക്തസാക്ഷിത്വ ദിനത്തിലും ഒക്കെ നമ്മളുടെ ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റ് പല സംഘടനകളുടെയും പരിപാടികൾ പിന്നീട് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിന്നും തുടങ്ങിയിട്ടുള്ള ചരിത്രം ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു സമയത്ത് ഒരു കാറ്റിലും മഴയിലും ഈ ഇവിടുത്തെ ആൽമരത്തിന്റെ ഒരു കമ്പ് ഒടിഞ്ഞു വീണ് ആ പ്രതിമയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആ ദിവസം തന്നെ ഇപ്പോഴുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം, കഴിഞ്ഞ 2 വർഷം മുമ്പാണ് അങ്ങനെ സംഭവിച്ചത്, ജില്ലാ പഞ്ചായത്ത് അംഗം കടന്നു വന്ന് പുതിയ പ്രതിമ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതിന്റെ പീഠത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിമയുടെ പണിയും ഏകദേശം തീർന്നിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി ആ പ്രതിമ ഇവിടെ സ്ഥാപിക്കുമെന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. വലിയ ആഘോഷത്തോടു കൂടി വലിയ പരിപാടിയായിട്ട് നടത്തണമെന്നാണ് ഞങ്ങൾ നാട്ടുകാരും PTA ഒക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതൊരു വലിയ പ്രോഗ്രാമായി നടത്തി മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, മഹാത്മാഗാന്ധിയെ വിസ്മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമയുടെ ഉദ്ഘാടനം വലിയ രീതിയിൽ നടത്തുവാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ അടൂരെ പല പ്രശസ്തർക്കും ജന്മം നൽകിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ സ്കൂൾ വടക്കടത്തുകാവ്, ആരൊക്കെയാണ് അതിനകത്ത് സ്ഥാനം പിടിച്ചിട്ടുള്ളത്? വളരെ ചരിത്രം പറയാനുള്ള സ്കൂളാണ് ഞങ്ങളുടെ ഈ വടക്കടത്തുകാവ് സ്കൂൾ. 100 വർഷത്തിലധികം പഴക്കമുള്ള ഈ സ്കൂളിൽ പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആൾക്കാർ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. R. ശങ്കർ സാർ ഈ സ്കൂളിൽ പഠിച്ചിറങ്ങിയതാണ്. മുൻഷി പരമപിള്ള സാർ ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള ആളാണ്. EV കൃഷ്ണപിള്ള സാറ്, ലോകോത്തര കലാകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയതാണ്. ഇപ്പോൾ മുൻ മന്ത്രിയും ആറ്റിങ്ങൽ MP-യുമായിരിക്കുന്ന അടൂർ പ്രകാശ് സാറ് ഈ സ്കൂളിന്റെ സന്തതിയാണ്. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. അതിലെല്ലാം ഉപരി മഹാത്മാഗാന്ധിയുടെ പാദസ്പർശമേറ്റ ഈ സ്കൂള് പഠിക്കാൻ സാധിച്ചതും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നത് വലിയ സന്തോഷവും ഭാഗ്യവും ഉള്ളവരായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. രാജ്യം ഒരു ഗാന്ധി ജയന്തി ദിനം കൂടി ആഘോഷിക്കുന്ന വേളയിൽ രാഷ്ട്രപിതാവ് വില്ലുവണ്ടിയിൽ എത്തിയ സ്ഥലമാണെന്നാണ് ഈ സ്കൂളിൽ പഠിച്ച ഇവരെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഗാന്ധി ജയന്തി ദിനത്തിൽ കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ.